ഇന്ന് ഞാൻ ജർമ്മനിയിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞു തരാം. ഈ കഥയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ്റെ പേര് ചാൾസ് എന്നായിരുന്നു. ഈ ചാൾസ് ഒരു വലിയ പണക്കാരനായ മനുഷ്യൻ്റെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു. ജോലി കിട്ടുമ്പോൾ അവന് കിട്ടുന്ന കൂലിയൊക്കെ അവൻ കുറേശ്ശെയായിട്ട് തൻ്റെ അമ്മയെ കൊണ്ട് ഏൽപ്പിക്കും. അമ്മ അതുകൊണ്ട് ഒരു ചെറിയ കൃഷിസ്ഥലമൊക്കെ വാങ്ങി. പിന്നീട് അവൻ ഈ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുക്കുക ചെല്ലുമ്പോൾ അമ്മ പറയും, മോനെ അന്യ വീട്ടിൽ കിടന്നിങ്ങനെ ബുദ്ധിമുട്ടിയത് മതി, നീ ഇങ്ങ് തിരിച്ചു പോരെ, നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ താമസിക്കാം. ഇങ്ങനെ അമ്മ കുറേ കാലമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ചാൾസിനും തോന്നി നേരെ യജമാനൻ്റെ വീട്ടിലെ പണിയൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി. അങ്ങനെ അവനൊരു ദിവസം യജമാനോട് പറഞ്ഞു, യജമാനെ, ഞാൻ 7-8 കൊല്ലമായാലും അങ്ങോട്ട് കൂടെ ജോലി ചെയ്യുന്നു. എൻ്റെ അമ്മയ്ക്ക് പ്രായമായി വരിക, ഞാനിനി ജോലിയൊക്കെ നിർത്തിയിട്ട് അമ്മയുടെ കൂടെ പോയി നിൽക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചോളാം, അങ്ങനെ പോകാൻ അനുവദിക്കണം. അപ്പോൾ യജമാനൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ നീ പൊക്കോ, നീ 7 കൊല്ലമായിട്ട് എൻ്റെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തതല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അദ്ദേഹം അകത്ത് ചെന്നിട്ടൊരു വലിയ വെള്ളിക്കട്ടി എടുത്തുകൊണ്ട് വന്നു. ഏകദേശം ചാൾസിന് തലയോളം തന്നെ വലിപ്പമുണ്ടായിരുന്ന വെള്ളിക്കട്ടിക്ക്. ആ വെള്ളിക്കട്ടി അദ്ദേഹം ചാൾസിന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതെടുത്തോ, നീ പോകുമ്പോൾ എന്തെങ്കിലും നിനക്ക് തരണമല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് തരുക. ചാൾസ് ആ വെള്ളിക്കട്ടി വാങ്ങി. നല്ല ഭാരമുണ്ടായിരുന്നു അതിന്. അവനതൊരു ഭാണ്ഡത്തിൽ കെട്ടി തൻ്റെ പുറത്തിട്ടു. എന്നിട്ട് അതും താങ്ങിക്കൊണ്ട് നടന്നു തുടങ്ങി. റോഡിലിറങ്ങി അവൻ തൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീട് കുറേ ദൂരെയാണ്. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് ഈ ഭാരം താങ്ങി അവനങ്ങ് ക്ഷീണിച്ചു. അപ്പോഴാണ് ഒരു പട്ടാളക്കാരൻ ഒരു കുതിരപ്പുറത്ത് വരുന്നത് കണ്ടത്. പട്ടാളക്കാരൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞ ഒരാളായിരുന്നു. അയാൾ തൻ്റെ കുതിരപ്പുറത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് വലിയൊരു ഭാരവും താങ്ങി ചാൾസ് ഇങ്ങനെ വേച്ച് നടന്നു വരുന്നത് കണ്ടത്. പട്ടാളക്കാരൻ ചോദിച്ചു, നീ ആരാ, നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ച് നടക്കുന്നത്? അപ്പോൾ ചാൾസ് പറഞ്ഞു, എന്ത് പറയാനാ, എൻ്റെ തോളിൽ വലിയൊരു ഭാരമായ യജമാനൻ ഏറ്റി തന്നത്. ഇത് വലിയൊരു വെള്ളിക്കട്ടിയാണ്, ഇതുകൊണ്ട് എന്ത് ചെയ്യാനെന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോൾ എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്, പക്ഷേ ഇത് കാരണം എനിക്ക് ഒരടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. നിങ്ങൾക്ക് എന്ത് സുഖമാണ്, നിങ്ങൾക്ക് കാലിൽ മുള്ളു കൊള്ളുമെന്നോ കല്ല് തട്ടുമെന്നോ ചെളി പറ്റുമെന്നോ ഒന്നും പേടിക്കേണ്ട, കുതിരപ്പുറത്ത് ഇരുന്നാൽ മാത്രം മതി, കുതിര നിങ്ങളെയും കൊണ്ടങ്ങ് പോകുമല്ലോ. അപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു, നിനക്ക് വേണോ കുതിരയെ? നീ ഈ വെള്ളിക്കട്ടി എനിക്ക് തരികയാണെങ്കിൽ പകരം എൻ്റെ കുതിരയെ ഞാൻ നിനക്ക് തരാം. ചാൾസിന് ഇത് കൊള്ളാമെന്ന് തോന്നി. ചാൾസ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഇതാ ഈ വെള്ളിക്കട്ട നിങ്ങളെടുത്തോ, എനിക്ക് കുതിരയെ താ. അങ്ങനെ കുതിരയെ മേടിച്ചിട്ട് അവൻ ആ വെള്ളിക്കട്ടി പട്ടാളക്കാരന് കൊടുത്തു. എന്നിട്ട് വലിയ സന്തോഷത്തോടെ ആ കുതിര പുറത്ത് കയറിയിരുന്നു. അപ്പോൾ പട്ടാളക്കാരൻ പറഞ്ഞു, ഈ കുതിരയെ നല്ല മിടുക്കം കുതിരയാണ്, പക്ഷേ കയറിയിരുന്നിട്ട് ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഇത് പതുക്കെ പോകത്തുള്ളൂ. അതേസമയം നീ ജിപ്പ് 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 ജിപ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുതിര നല്ല വേഗത്തിൽ പോവും കേട്ടോ. ചാൾസ് സമ്മതിച്ചു. അങ്ങനെ ചാൾസ് കുതിരപ്പുറത്ത് കയറി. ആദ്യം കുതിര പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. കൊള്ളാമെന്ന് ചാൾസിന് തോന്നി. അപ്പോൾ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, എന്നാൽ ഇനി ജിപ്പ് ജിപ്പെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ കുതിര ഓടുമല്ലോ. അവൻ പതുക്കെ ജിപ്പെന്നൊന്ന് പറഞ്ഞു. അപ്പോൾ കുതിര കുറച്ച് വേഗത്തിൽ ഓടി. കൊള്ളാം. ചാൾസ് വളരെ ആഹ്ലാദത്തോടെ കുതിരപ്പുറത്തിരുന്നു. അടുത്തൊരു മൈതാനം കണ്ടു. അവിടെ ഒന്ന് ചുറ്റി അടിക്കാമെന്ന് അവന് തോന്നി. അവൻ കുതിരപ്പുറത്തിരുന്ന് ജിപ്പ് 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 എന്ന് തുടർച്ചയായിട്ട് പറയാൻ തുടങ്ങി. കുതിര പെട്ടെന്ന് വളരെ വേഗത്തിൽ അങ്ങ് പാഞ്ഞു. എന്തു പറ്റി? പുറത്തിരുന്ന ചാൾസ് തെറിച്ച് ദൂരെ വീണു. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കുതിരയെ ഒന്ന് പിടിച്ചു നിർത്തിയത്. എന്നിട്ടും കുതിര ചാടി തുള്ളുകയാണ്. ചാൾസിനാകെ പേടി വന്നു. ഈ കുതിര തന്നെ ഇട്ടിട്ട് ഓടിപ്പോകും എന്ന് തന്നെ അവന് തോന്നി. അങ്ങനെ കുതിരയെ പിടിച്ചു നിർത്താൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴാണ് അതുവഴി ഒരു പശുവിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. അപ്പോൾ ഈ പശുവിനെയും കൊണ്ട് വന്ന ആൾ ചോദിച്ചു, എന്താ കൂട്ടുകാരാ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്, കുതിരയ്ക്ക് എന്ത് പറ്റി? അപ്പോൾ ചാൾസ് പറഞ്ഞു, എന്ത് പറയാനാ, ഞാനൊരു വലിയ വെള്ളിക്കട്ടി കൊടുത്തിട്ട് പകരം വാങ്ങിയൊരു കുതിരയാണ്, പക്ഷേ ഈ കുതിര എന്നെ തെറിപ്പിച്ച് ദൂരെ ഇട്ടു, എനിക്കിതിനെ വേണ്ട. നിങ്ങൾക്കാണെങ്കിൽ നല്ല സുഖമാണല്ലോ, നിങ്ങൾക്ക് നല്ലൊരു പശുവാണ്. പശുവിനെയും കൊണ്ട് വന്ന ഒരു ഇടയനായിരുന്നു. അയാൾ പറഞ്ഞു, നേരെ നിങ്ങൾക്ക് ഈ കുതിരയും കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഒരു പശുവാണ്. പശുവാകുമ്പോൾ അതിൻ്റെ പുറകെ ചുമ്മാ നടന്നാൽ മതി, സമയത്ത് പാലും വെണ്ണയും ഒക്കെ കിട്ടും. അപ്പോൾ ചാൾസ് പറഞ്ഞു, നേരെ ഒരു പശു ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നിങ്ങളുടെ പശുവിനെ എനിക്ക് തരാമോ, പകരം എൻ്റെ കുതിര നിങ്ങളെടുത്തോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഇടയൻ സമ്മതിച്ചു. ഇടയൻ തൻ്റെ പശുവിനെ ചാൾസിന് കൊടുത്തിട്ട് ചാൾസിൻ്റെ കുതിരയെ വാങ്ങി. എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി ഓടിച്ചു പോയി. ചാൾസ് ആണെങ്കിൽ പശുവിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോൾ അവൻ വിചാരിച്ചു, അമ്മയ്ക്ക് എത്ര സന്തോഷമായിരിക്കും ഞാൻ ഈ പശുവിനെയും കൊണ്ട് ചെല്ലുമ്പം.
ഞാൻ ജോലിയൊക്കെ മതിയാക്കി ചെല്ലുന്നത് തന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പശുവും കൂടെ ആകുമ്പോഴോ എത്ര നല്ലതായിരിക്കും. എനിക്കിനി മുതൽ വയറ് നിറയെ പാലും വെണ്ണയും തൈരും ഒക്കെ കഴിക്കാം. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ അവന് ദാഹിച്ചു. അവിടെ എങ്ങും വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളൊന്നും കണ്ടതുമില്ല. ഒരു കിണറോ കുളമോ ഒന്നും ചാൾസ് കണ്ടില്ല. അപ്പോൾ അവൻ വിചാരിച്ചു, കയ്യിലൊരു പശുവല്ലേ ഉള്ളത്, പശുവിനെ കറന്ന് ഇത്തിരി പാലങ്ങ് കുടിച്ച് കളയാം. പശുവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അവൻ പശുവിനെ കറക്കാൻ നോക്കി. പശുവിനാണെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ തന്നെ കറക്കാൻ വന്നപ്പോൾ ദേഷ്യം വന്നു. അത് ചാൾസിനിട്ടൊരു തൊഴി വെച്ചു കൊടുത്തു. ചാൾസ് തെറിച്ച് ദൂരെ വീണു. അവനാകെ വിഷമിച്ചു പോയി. പിന്നെയും എഴുന്നേറ്റ് പശുവിനെ കറക്കാൻ ചെന്നു. പശു അപ്പോഴ് കൊമ്പ് കുലുക്കി അവനെ കുത്താൻ ചെന്നു. ചാൾസ് ആകെ വിഷമിച്ചു പോയി. അപ്പോഴാണ് അതുവഴി ഒരു കശാപ്പുകാരൻ വന്നത്. അയാളൊരു പന്നിയും കൊണ്ടായിരുന്നു വരുന്നത്. കശാപ്പുകാരൻ ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ചാൾസ് പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു കുതിരയെ കൊടുത്തിട്ട് ഇതാ ഈ പശുവിനെ വാങ്ങി. അപ്പോൾ കശാപ്പുകാരൻ ചോദിച്ചു, ശരി, നീ കുതിരയെ കൊടുത്ത് പശുവിനെ വാങ്ങി, എന്നിട്ട് എന്താ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ചാൾസ് പറഞ്ഞു, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, ഇച്ചിരി പാല് കുടിക്കാമെന്ന് കരുതി ഇതിനെ ഒന്ന് കറക്കാൻ നോക്കിയപ്പോൾ ഇതെന്നെ അടുപ്പിക്കുന്നത് പോലും ഇല്ല. അപ്പോൾ കശാപ്പുകാരൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് ഇത്തിരി വെള്ളം തരാം. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് ചാൾസിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പശു ഒരു ചാവാലി പശുവാണ്. ഇതിന് ഒരുപാട് പ്രായമായി. ഇതിനെ ഇനി കറക്കാനൊന്നും പറ്റില്ല. സാധാരണ ഇങ്ങനെയുള്ള പശുക്കളെ കശാപ്പുകാരാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ പശുവിനെ എനിക്കിതാ. പകരം വേണമെങ്കിൽ ഇതാ ഈ പന്നി എടുത്തു. ഈ പന്നിയെ നിനക്ക് വീട്ടിൽ കൊണ്ട് കൊന്ന് കറി വെച്ച് ഇറച്ചി തിന്നാലോ. ഈ പശുവിനെ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ഇല്ല. നിന്നെ കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ ഒരു പാവത്താനാണ് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ സഹായം നിനക്ക് ചെയ്യുന്നത്. ചാൾസ് സമ്മതിച്ചു. അവൻ വളരെ സന്തോഷത്തോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തടിച്ച കൊഴുത്ത പശുവിനെ ആ കശാപ്പുകാരന് കൊടുത്തിട്ട് കശാപ്പുകാരൻ്റെ കയ്യിലിരുന്ന പന്നിയെ മേടിച്ചുകൊണ്ട് മുന്നോട്ട് യാത്രയായി. അങ്ങനെ കുറേ ദൂരം അവൻ പന്നിയും കൊണ്ട് നടന്നു. അപ്പോഴാണ് ഒരാൾ ഒരു താറാവിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. താറാവുകാരൻ നടന്ന് ക്ഷീണിച്ച് വരികയായിരുന്നു. ചാൾസ് നടന്ന് ക്ഷീണിച്ചു. അവർ രണ്ടുപേരും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. അപ്പോൾ താറാവുകാരനോട് ചാൾസ് തൻ്റെ ഭാഗ്യത്തെപ്പറ്റി പറയാൻ തുടങ്ങി. ഞാൻ എത്ര വലിയ ഭാഗ്യവാനെന്നറിയാമോ. ഞാൻ രാവിലെ വലിയൊരു വെള്ളിക്കട്ടി ഒരാൾക്ക് കൊടുത്തിട്ട് പകരം ഒരു കുതിരയെ വാങ്ങി. ആ കുതിര എന്നെ ചവിട്ടി. അപ്പോൾ ഞാൻ അതിനെ കൊടുത്തിട്ട് നല്ല ഒരു പശുവിനെ വാങ്ങി. ആ പശു ഒരു അഹങ്കാരി പശുവായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പശുവിനെ കൊടുത്തിട്ട് ഈ പന്നിയെ വാങ്ങി. ഈ പന്നിയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊന്ന് കറി വെച്ച് തിന്നും. അപ്പോൾ താറാവിനെയും കൊണ്ട് വന്ന ആൾ പറഞ്ഞു, ഞാൻ കുറേ നേരം കൊണ്ട് നിങ്ങൾ ഈ പന്നിയും കൊണ്ട് വരുന്നത് ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾ ഈ പന്നിയും കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആകെ പ്രശ്നമാകും. കാരണം ഇവിടെ ഈ ഗ്രാമത്തിലെ ഒരാളുടെ പന്നിയെ കാണാതെ പോയിട്ടുണ്ട്. ആൾക്കാരെല്ലാം അതിനെ അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങളെ കാണുകയാണെങ്കിൽ ഒന്നാമത് നിങ്ങളൊരു അപരിചിതനാണ്, അതുകൊണ്ട് നിങ്ങളാണ് പന്നിയെ മോഷ്ടിച്ചതെന്ന് എല്ലാവരും കരുതും. അപ്പോൾ ചാൾസ് ചോദിച്ചു, അയ്യോ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് നാട്ടിൽ പരിചയമൊന്നുമില്ല. അപ്പോൾ താറാവുകാരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ താറാവിനെ എടുത്തു. ഈ താറാവാകുമ്പോൾ നല്ല കൊഴുത്തൊരു താറാവാണ്. നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുപോവുകയും ചെയ്യാം, വീട്ടിൽ ചെന്ന് കറി വെച്ച് തിന്നുകയും ചെയ്യാം. ഈ പന്നിയെ ഞാൻ ഈ ഗ്രാമം നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചോളാം. ഇതുകൊണ്ട് യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ചാൾസ് സമ്മതിച്ചു. ചാൾസ് ഈ പന്നിയെ ഈ താറാവിനെ കൊണ്ട് നടന്ന ആൾക്ക് കൊടുത്തിട്ട് പകരം ഒരു താറാവിനെ വാങ്ങിച്ചു. അങ്ങനെ താറാവിനെ കഷത്തിലടുക്കിക്കൊണ്ട് ചാൾസ് മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ ഒരാൾ ഒരു കത്തി ഒരു കല്ലിലുരച്ച് മൂർച്ച വരുത്തുന്നത് കണ്ടു. അപ്പോൾ ചാൾസ് അയാളുടെ അടുത്ത് ചെന്ന് നോക്കി, എന്താ ചെയ്യുന്നത് സുഹൃത്തെ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കത്തി ഉണ്ടല്ലോ ഈ കല്ലിലുറച്ചൊന്ന് മൂർച്ച വരുത്തുക. അയാൾ ചാൾസിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ചാൾസ് പറഞ്ഞു, ഞാൻ നോക്ക് ഈ താറാവിനെ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോവാം. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ഈ താറാവിനെ കൊന്ന് കറി വെച്ച് തിന്നും. പിന്നെ ഞാനിതിൻ്റെ തൂവൽ കണ്ടോ, ഈ തൂവൽ കൊണ്ട് നല്ലൊരു തലേണ ഉണ്ടാക്കും, അതിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ താറാവിനെ എവിടുന്ന് കിട്ടിയതാ? അപ്പോൾ ചാൾസ് പറഞ്ഞു, ഇതൊരു വലിയ കഥയാണ്. ഞാൻ യജമാനൻ്റെ അടുത്തുനിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ യജമാനൻ എനിക്കൊരു വലിയ വെള്ളി കട്ടി തന്നു. അതിന് വലിയ ഭാരമായിരുന്നു. അതുകൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനതൊരു പട്ടാളക്കാരന് കൊടുത്തിട്ട് പകരം ഒരു കുതിരയെ മേടിച്ചു. ആ കുതിരയാണെങ്കിൽ എന്നെ മറിച്ച് താഴെ ഇട്ടത് കാരണം ഞാൻ ആകെ വിഷമിച്ചു. അപ്പോഴാണ് ഒരു നല്ലവനായ മനുഷ്യൻ ഒരു പശുവിനെയും കൊണ്ട് വന്നത്. അയാൾ എൻ്റെ കുതിരയെ മേടിച്ചിട്ട് പശുവിനെ എനിക്ക് തന്നു.
ഞാൻ ആ പശുവിനെ കൊണ്ട് കുറേ ദൂരം നടന്നു. പക്ഷേ ആ പശുവിന് ഒരു അനുസരണയില്ലായിരുന്നു. അതുകൊണ്ട് ആ പശുവിനെ ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാളുടെ പന്നിയെ വാങ്ങി. ആ പന്നിയും കൊണ്ട് ഞാൻ കുറേ ദൂരം ഇങ്ങനെ നടന്നു. പക്ഷേ ആ പന്നി എന്നെ ആകെ കുഴപ്പത്തിലാക്കുമെന്ന് തോന്നിയപ്പോൾ ഈ താറാവിനെയും കൊണ്ടുവന്ന ആൾ ആ പന്നിയെ എടുത്തിട്ട് ഈ താറാവിനെ തന്ന് എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ ഈ താറാവിനെയും കൊണ്ട് പോവുക. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എത്ര കാലം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വെള്ളിക്കട്ടി സമ്മാനം കിട്ടിയത്? ചാൾസ് പറഞ്ഞു, ഞാൻ 7 കൊല്ലത്തോളം എൻ്റെ യജമാൻ്റെ അടുത്ത് ജോലി ചെയ്തു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യരാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആവശ്യത്തിന് അധ്വാനിച്ച് കഴിഞ്ഞ് ഇനി എപ്പോഴൊക്കെ പോക്കറ്റിൽ കൈയിടുവോ അപ്പോഴൊക്കെ പൈസ കിട്ടുന്നൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടത്, വെറും ഒരു താറാവല്ല. അപ്പോൾ ചാൾസ് ചോദിച്ചു, അതെങ്ങനെയാ പോക്കറ്റിൽ കൈയിടുമ്പോഴൊക്കെ പൈസ കിട്ടുന്നത്? അയാൾ പറഞ്ഞു, അതിനാണോ പ്രയാസം? ഇങ്ങനൊരു കല്ല് മതിയല്ലോ. ഈ കല്ല് വഴി കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ കത്തി മൂർച്ച കൂട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ. ആൾക്കാർ കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പൈസ തരും. ഈ കല്ല് അത്ര മോശമല്ലാത്തൊരു കല്ലാണെന്ന് മനസ്സിലായില്ലേ? ചാൾസ് പറഞ്ഞു, ശരിയായി, കല്ല് കൊള്ളാം. കത്തികൾ മൂർച്ച കൂട്ടാൻ ഈ കല്ല് ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യ് സഹോദര, ഈ കല്ല് ഞാൻ എടുത്തോട്ടെ, പകരം ഈ താറാവിനെ നിങ്ങളെടുത്തോ. അങ്ങനെ അയാൾക്ക് ആ താറാവിനെ കൊടുത്തിട്ട് ചാൾസ് ആ കല്ല് പകരം വാങ്ങി. എന്നിട്ട് ആ കല്ലുമായിട്ട് മുന്നോട്ട് നടന്നു. പക്ഷെ നല്ല ഭാരമുള്ള കല്ലായിരുന്നു. നേരത്തെ ഒരു വെള്ളിക്കട്ടിയായിരുന്നു കയ്യിൽ, ഇപ്പോൾ അതാ വലിയൊരു കല്ല്. ഇതുകൊണ്ട് അതേ ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചാൾസിന് തോന്നി. അപ്പോഴാണ് ഒരു കുളത്തിൻ്റെ കരയിൽ അവൻ എത്തിയത്. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ പടവിൽ കല്ല് വെച്ചിട്ട് കുനിഞ്ഞ് വെള്ളം കുടിച്ചു. ആ സമയത്ത് അവൻ്റെ കാല് തട്ടി ആ കല്ല് വെള്ളത്തിലേക്കങ്ങ് പോയി. ചാൾസ് കുളത്തിലെ കരയിൽ നിന്ന് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ദൈവമേ, ഞാൻ എൻ്റെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ഭാരമുള്ളൊരു വെള്ളിക്കട്ടിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ വെള്ളിക്കട്ടി അങ്ങ് മാറ്റി കുറേ സമ്മാനങ്ങൾ എൻ്റെ കയ്യിൽ തന്നു. അതൊന്നും എനിക്ക് യോജിക്കുന്നതല്ലായിരുന്നു. അവസാനം എൻ്റെ കയ്യിൽ കിട്ടിയ കല്ലാണെങ്കിൽ എനിക്ക് ഒട്ടും യോജിക്കുന്നതല്ലായിരുന്നു. അങ്ങ് തന്നെ അതെടുത്ത് കളഞ്ഞ് എന്നെ മുക്തനാക്കിയല്ലോ. ഇപ്പോൾ ഒരു ഭാരവുമില്ലാതെ എനിക്ക് സന്തോഷത്തോടെ നടക്കാൻ പറ്റും. വളരെ സന്തോഷത്തോടെ ചാൾസ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അമ്മ അവനെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ അവനെ സന്തോഷത്തോടെ എതിരേറ്റു. കൃഷിയൊക്കെ ചെയ്ത് അമ്മയും മകനും വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമായോ ചാൾസിൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.